എക്സാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിധ്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ ക്ഷീരസഹകരണ ഭീമൻ അമൂൽ ലോകത്തെ ഏറ്റവും ശക്തമായ ഭക്ഷ്യക്ഷീര ബ്രാൻഡായി ഉയർന്നു. ബ്രാൻഡ് ഫിനാൻസിന്റെ 2024 ആഗോള ഭക്ഷ്യപാനീയ റിപ്പോർട്ടിലാണ് ഈ അംഗീകാരം. ബ്രാൻഡ് ശക്തി സൂചികയിൽ 100-ൽ 91 എന്ന സ്കോറും AAA+ റേറ്റിംഗും 78 വർഷം പിന്നിട്ട അമൂലിനുണ്ട്. 2023 അമൂലിന്റെ ബ്രാൻഡ് മൂല്യം 11% വർദ്ധിച്ചു. 2024 $3.3 കോടി അമൂലിന്റെ മൂല്യം. ബ്രാൻഡ് ശക്തി AAA+ ഉള്ള മറ്റൊരു സ്ഥാപനം ഹെർഷേസ് മാത്രമാണ്. എന്നാൽ ഏറ്റവും വലിയ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികളിലൊന്നായ ഈ അമേരിക്കൻ കമ്പനിയുടെ ബ്രാൻഡ് മൂല്യം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 0.5% കുറഞ്ഞത്. $3.9 കോടി ഹെർഷേസിന്റെ മൂല്യം. കഴിഞ്ഞ വർഷം ഹെർഷേസ് ഒന്നാമതായിരുന്നു, ഇത്തവണ രണ്ടാമതായി. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംസ്ഥാന സഹകരണ യൂണിയൻ 62.5 ലക്ഷം രൂപ നൽകി. സഹകരണ മന്ത്രി VN വാസവന് ഈ തുകയ്ക്കുള്ള ചെക്ക് സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയങ്കോട് N കൃഷ്ണൻ നായർ കൈമാറി. മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് സെക്രട്ടറി രത്തൻ U കേൽക്കർ, സഹകരണ സംഘം രജിസ്ട്രാർ TV സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാടിന്റെ പുനർനിർമ്മിതിക്ക് ആദ്യ ഗഡുവായാണ് ഈ തുക കൈമാറിയത്. ഓണക്കാലത്ത് വിലക്കയറ്റം തടയുന്നതിന് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും ഓണച്ചന്ത നടത്തും. സെപ്റ്റംബർ 7 മുതൽ 14 വരെ ഒരാഴ്ച നീളുന്ന 1500 ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നത്. ഇതിൽ 73 എണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളവ സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക. സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ 13 ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത്. 10 മുതൽ 40% വരെ വിലക്കുറവിൽ ത്രിവേണികളിൽ സാധനങ്ങൾ കിട്ടും. കേരളത്തിലെ ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് നൽകുന്നുണ്ട്. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 6 മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ 10 മുതൽ 14 വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കും. 2000 കർഷക ചന്തകൾ ഓണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന രീതിയിൽ ഇടപെടാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ദുരന്തത്തിനിരയായ മുഴുവൻ പേരുടെയും വായ്പകൾക്ക് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മൊറട്ടോറിയവും പുനഃക്രമീകരണവും അനുവദിച്ചു. വായ്പകൾ എഴുതി തള്ളണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം കണക്കിലെടുത്ത് അതത് ബാങ്കുകൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാമെന്ന് യോഗം തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വായ്പകളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ മൊറട്ടോറിയവും പുനഃക്രമീകരണവും പൂർത്തിയാക്കണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ദുരന്തത്തിൽ മരിച്ചവർ, സ്വത്തുക്കൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാവും വായ്പകൾ എഴുതിത്തള്ളുന്നതിലടക്കം ബാങ്കുകൾ തീരുമാനമെടുക്കുക. അതിനനുസരിച്ച് കാർഷിക വായ്പകൾ അടക്കം ചിലതിന് 1 വർഷത്തെ മൊറട്ടോറിയം നൽകും. പലിശയും അടവു ബാക്കിയും ചേർത്ത് 5 വർഷത്തെ തിരിച്ചടവ് കാലാവധിയോടെ പുതിയ വായ്പകളാക്കി മാറ്റും. ദുരന്ത മേഖലയിൽ ജീവിതം പ്രതിസന്ധിയിലായ എല്ലാവർക്കും 10,000 രൂപ മുതൽ 25,000 രൂപ വരെ കുറഞ്ഞ പലിശയിൽ 2.5 വർഷത്തെ കാലാവധിയിൽ കൺസെപ്ഷൻ വായ്പകൾ നൽകും. ഈടില്ലാതെയാകും നൽകുക. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷകൾക്ക് ഫീസ് നിരക്ക് കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന നിരക്കാണ് കൂട്ടുന്നത്. ഉദ്യോഗാർത്ഥികളും സ്ഥാപനങ്ങളും നൽകേണ്ട ഫീസിന് GST ഏർപ്പെടുത്തി. 18% GST. ഓരോ സഹകരണ സ്ഥാപനത്തിലേക്കുമുള്ള ഒഴിവുകളിലേക്ക് പ്രത്യേകം ഫീസ് ഈടാക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് GST കൂടി ഏർപ്പെടുത്തുന്നത്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഒരു വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്ന എത്ര സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്താലും ഉദ്യോഗാർത്ഥികൾ ഒരു ഫീസ് മാത്രം നൽകിയാൽ മതിയായിരുന്നു. ഇത് ഓരോ സ്ഥാപനത്തിനും പ്രത്യേകം ഫീസാക്കി മാറ്റിയിട്ട് കുറച്ചു നാളായി. 4 വിഭാഗങ്ങളായാണ് സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഇരട്ടിയോളം വർധന വരുത്തിയിട്ടുണ്ട്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ ബാങ്കുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഒഴിവിനും 10,000 രൂപയും 18% GSTയും നൽകണം. നേരത്തെ 5,000 രൂപ മാത്രമായിരുന്നു നൽകേണ്ടിയിരുന്നത്. GST ഉണ്ടായിരുന്നില്ല. ക്ലാസ് 1 ബാങ്കുകളിൽ 5,000 രൂപയായിരുന്നത് 8,000 രൂപയും GSTയും നൽകണം. ക്ലാസ് 2, 3 ബാങ്കുകൾ ഓരോ ഒഴിവിനും 6,000 രൂപയും 18% GSTയും നൽകണം. നേരത്തെ ഇത് 4,000 രൂപയായിരുന്നു. 4, 5, 6, 7 ക്ലാസുകളിൽപ്പെട്ട സ്ഥാപനങ്ങൾ 3,000 രൂപയ്ക്ക് പകരം 4,000 രൂപയും GSTയുമാണ് നൽകേണ്ടത്.
സഹകരണ പരീക്ഷകളുടെ പരിശീലനത്തിന് കളിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ മൂന്നാം വഴി മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ഓഗസ്റ്റ് 18-ന് ഓൺലൈനായാണ് ആപ്പിന്റെ പുറത്തിറക്കൽ ചടങ്ങ് നടന്നത്. മൂന്നാം വഴി എക്സിക്യൂട്ടീവ് എഡിറ്റർ ടി സുരേഷ് ബാബു പ്രകാശനം നിർവഹിച്ചു. സഹകരണ മേഖലയിൽ ഒരു വഴിവിളക്കായി നിൽക്കാൻ ലക്ഷ്യമിട്ട് രൂപം കൊണ്ട മാധ്യമമാണ് മൂന്നാം വഴിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ കൃത്യതയുള്ളതും വസ്തുതാപരവുമായ കാര്യങ്ങൾ സഹകാരികൾക്കും സഹകരണ ജീവനക്കാർക്കും നൽകാൻ മൂന്നാം വഴിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2017 മുതൽ സഹകരണ മേഖലയുടെ ആധികാരിക ശബ്ദമായി മൂന്നാം വഴി മാറിയിട്ടുണ്ട്. ഇതേ രീതിയിൽ സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഒരു വഴിവെളിച്ചം തീർക്കുകയാണ് മൂന്നാം വഴിയുടെ ജോബ് ഗുരു കേരള മൊബൈൽ ആപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. PSC നിയമനം പോലും മന്ദീഭവിച്ചു നിൽക്കുന്ന കാലമാണിത്. ഈ ഘട്ടത്തിലും ഒരു ദിവസം ശരാശരി 3 പേർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിക്കുന്നുണ്ട്. ഈ സാധ്യത ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള വഴിയാണ് ജോബ് ഗുരു കേരള മൊബൈൽ ആപ്പ് എന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ജോബ് ഗുരു കേരള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. 999 രൂപയാണ് ഒറ്റത്തവണ ഫീസായി നൽകേണ്ടത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതോടെ കളിച്ചു തുടങ്ങാം. മുൻവർഷത്തെ ചോദ്യപേപ്പർ അടിസ്ഥാനമാക്കിയാണ് ഇതിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഓറിയന്റേഷൻ ക്ലാസുകൾ, വിഷയ വിദഗ്ധരുടെ ക്ലാസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി കളിച്ചു നേടാം ജോലി എന്നതാണ് ജോബ് ഗുരു ആപ്പിന്റെ ടാഗ് ലൈൻ. ഗ്രാമീണ സാമ്പത്തിക രംഗത്ത് കാര്യക്ഷമതയും സാങ്കേതിക മികവും കൊണ്ടുവരാനുള്ള പരിഷ്കാരത്തിന് നബാർഡ് ഒരുങ്ങുന്നു. പ്രവർത്തനം വിലയിരുത്തി റാങ്കിംഗ് കൊണ്ടുവരാനാണ് തീരുമാനം. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ടം 2025 സാമ്പത്തിക വർഷം തുടങ്ങും. സംസ്ഥാന സഹകരണ ബാങ്കുകളും ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകളും ഉൾപ്പെടെ 69 ബാങ്കിലായിരിക്കും തുടക്കം. തുടർന്ന് വിപുലീകരിക്കും. ഗ്രാമീണ ബാങ്കുകൾക്കായി നബാർഡ് നിശ്ചയിച്ച ഫലക്ഷമതാ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണിത്. നബാർഡിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് പുതിയ പരിഷ്കാരത്തെക്കുറിച്ച് പറയുന്നത്. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെയും സമഗ്രമായി മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകളായാണ് കാർഷിക സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സംഘങ്ങളെ ബഹുവിധ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ 252 കോടി രൂപ ഇതിനകം നബാർഡ് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 63,000 പാക്സുകളുടെ കമ്പ്യൂട്ടർവൽക്കരിക്കാനും പൊതു സോഫ്റ്റ്വെയറിന്റെ ഭാഗമാക്കാനുള്ള പദ്ധതിയിലും നബാർഡിന്റെ സംഭാവന ഗണ്യമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. 2024 ഫെബ്രുവരിയോടെ 18,000 പാക്സുകൾ ഡിജിറ്റൈസ് ചെയ്തു. ഇതിൽ കേരളം ഭാഗമായിട്ടില്ലെന്നതാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്ന ഘടകം. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിൽ നിന്നെടുത്ത വായ്പയിലെ കുടിശ്ശിക സ്വയം വിരമിക്കുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളിലും ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റിയിൽ നിന്നും സംഘത്തിനു കൈമാറാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ASI ആയ അനൂപ് PM എടുത്ത വായ്പയുടെ കാര്യത്തിലാണ് ഈ ഉത്തരവ്. കുടിശ്ശികയായാൽ തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ നിന്നും പിടിച്ചുകൊള്ളാൻ അനൂപും മറ്റൊരു ASI അഫ്സർ മുഹമ്മദ് കുട്ടിയും സമ്മതപത്രം നൽകിയാണ് വായ്പയെടുത്തത്. അഫ്സർ മുഹമ്മദ് കുട്ടി വിരമിച്ചു. വായ്പ കുടിശ്ശികയായപ്പോൾ ഇരുവരുടെയും ശമ്പള വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ നിന്ന് തുക പിടിക്കാൻ സംഘം നടപടി ആരംഭിച്ചു. തുടർന്നാണ് ഹർജിക്ക് ആധാരമായ നടപടി. വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ നിന്ന് തുക പിടിക്കണമെങ്കിൽ അതിനായി ജീവനക്കാരുടെ സമ്മതപത്രം വാങ്ങിയ ശേഷം മാത്രമേ കഴിയൂ എന്ന നിലപാട് ജില്ലാ പോലീസ് മേധാവി കൈക്കൊള്ളുന്നുവെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും സംഘം ഹർജിയിൽ പറഞ്ഞു. അനൂപും അഫ്സർ മുഹമ്മദ് കുട്ടിയും തങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ നിന്ന് തുക പിടിച്ചുകൊള്ളാൻ സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്നാണ് സംഘം ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ തന്നെ പ്രത്യേകമായി സമ്മതപത്രം നൽകിയിട്ടുണ്ടെങ്കിൽ വിരമിക്കൽ ആനുകൂല്യത്തിലും ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റിയിൽ നിന്നും തുക പിടിക്കാൻ സംഘത്തിനും ബാങ്കിനും അവകാശമുണ്ടെന്ന് ഒരു റിട്ട് ഹർജിയിലും റിട്ട് അപ്പീലിലും ഹൈക്കോടതിയുടെ വിധിയുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. അനൂപ് സ്വയം വിരമിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടെന്നും എല്ലാ വിരമിക്കൽ ആനുകൂല്യവും വായ്പ ഇനത്തിൽ അടയ്ക്കാനുള്ള തുകയിലേക്ക് കൈമാറാവുന്നതാണെന്നും ഹർജി വാദത്തിനു വന്നപ്പോൾ അനൂപിന്റെയും അഫ്സർ മുഹമ്മദ് കുട്ടിയുടെയും വക്കീൽ അറിയിച്ചു. കോടതി മുമ്പാകെ വ്യക്തമായി ഇക്കാര്യം ബോധിപ്പിച്ച സാഹചര്യത്തിൽ അനൂപ് സ്വയം വിരമിക്കുമ്പോൾ നൽകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്നുള്ള തുക സംഘത്തിൽ അദ്ദേഹത്തിനുള്ള വായ്പാ അക്കൗണ്ടിലേക്ക് കൈമാറാൻ കോടതി ഉത്തരവായി. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി മൂന്നാം വഴി online@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.